ഹായ് ഗായ്സ്, കുറെ കാലം യൂട്യൂബ് ഇങ്ങനെ അടക്കി ഭരിച്ചിരുന്ന കുറേയധികം രാജാക്കന്മാരുടെ പൊടി പോലും ഇപ്പോൾ കാണാനില്ല. അന്നത്തെ കാലത്ത് രാജാവായി നിന്നവർ കുറെ ആൾക്കാർ ഇന്നും അതുപോലെ തന്നെ ലൈവായി നിൽക്കുന്നു. അതിന്റെ അർത്ഥം എന്താണ്? അവനവന്റെ കയ്യിലിരിപ്പ് കാരണം വ്യൂവർഷിപ്പ് കുറഞ്ഞു, സബ്സ്ക്രൈബ് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം കുറഞ്ഞു എന്നൊക്കെയാണ്. അല്ലാതെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരുടെ തലയിലോട്ട് ഇതിന്റെ കാരണങ്ങളൊക്കെ കൊണ്ട് കെട്ടിവെക്കാൻ നോക്കിയാൽ അതെങ്ങനെയാണ് അംഗീകരിക്കാൻ സാധിക്കുക? എന്തായാലും ഇവരും ഇപ്പോൾ റിയാക്ഷൻ വീഡിയോ ഒക്കെ ചെയ്തു തുടങ്ങിയല്ലോ. അതൊക്കെ കാണാൻ കഴിഞ്ഞത് തന്നെ ഭാഗ്യം. സ്വന്തം സുഹൃത്തുക്കളായിട്ടുള്ള അല്ലെങ്കിൽ ആയിരുന്ന സീക്രട്ട് ഏജന്റ് സായി കൃഷ്ണ, സുനിത ദേവദാസ്, ഖാദർ കരിപ്പൊടി എന്നൊക്കെ ഉള്ളവരെ കുറിച്ചിട്ട് വളരെ വിശദമായ രീതിയിൽ തന്നെ തുറന്നടിച്ചിരിക്കുകയാണ് മല്ലു ട്രാവലർ എന്ന യൂട്യൂബ് ചാനലിലെ ഷക്കീർ. മല്ലു ട്രാവലർക്ക് ഇത്രയും നാൾ ഇതൊക്കെ തുറന്നു പറയാൻ ഒരു അവസരം കിട്ടാത്തതുകൊണ്ടാണോ അതോ ഇപ്പോൾ എല്ലാവരുടെയും കുറ്റം അങ്ങിരുന്ന് പറഞ്ഞാൽ ഗാലറിയിൽ ഇരുന്ന ആൾക്കാർ കൈയടിക്കുമെന്നുള്ള തെറ്റിദ്ധാരണ കൊണ്ടാണോ എന്നറിയില്ല. എല്ലാം തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. സ്വന്തം ജീവിതത്തിൽ കുറേയധികം പ്രതിസന്ധികൾ വന്നപ്പോൾ പോലും തുറന്നു പറയാത്ത സത്യങ്ങളുമായിട്ടാണ് ഇപ്പോൾ മല്ലു ട്രാവലർ രംഗത്ത് വന്നിരിക്കുന്നത്. എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. ഈ ഖാദർ കരിപ്പൊടി ഇക്കാര്യത്തിൽ നേരെ തിരിച്ചിട്ടാണ്. ഇപ്പം നമ്മളിവിടെ സംസാരിച്ച വിഷയം മുഴുവനും സായി കൃഷ്ണനെ കുറിച്ചിട്ടും സുനിത ദേവദാസിനെ കുറിച്ചാണ്. സുനിത ദേവദാസ് പറയുന്നത് സായിനെ കുറിച്ചാണ്. ഈ ഖാദർ കരിപ്പൊടിനെ വിളിച്ച് നമ്മൾ സംസാരിക്കുന്ന പല കാര്യങ്ങളും പുള്ളി കണ്ടന്റ് ആക്കുന്നുണ്ട്. ഇപ്പം ഞങ്ങളുടെ ഞങ്ങളുടെ ഫ്രണ്ട്സിനിടയിൽ തന്നെ പലരും പല കാര്യങ്ങൾക്കും അവനെ വിളിച്ച് പല കാര്യങ്ങളും പറയുമ്പോൾ ഉടനെ നെക്സ്റ്റ് ഡേ അവൻ അതെടുത്തിട്ട് കണ്ടന്റാക്കി മാറ്റാറുണ്ട്. ഇപ്പോൾ എൻ്റെ വിഷയത്തിലും ഖാദർ ഒരുപാട് കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഖാദർ ക്രിയേറ്റ് ചെയ്ത കണ്ടന്റുകൾ കാരണം എനിക്ക് ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് എൻ്റെ ആ ഒരു ആദ്യ ഭാര്യയുടെ വിഷയം തന്നെ ഖാദറിൻ്റെ പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു ഫസ്റ്റ് വീഡിയോ വന്നത്. അപ്പോൾ ആ വീഡിയോ വന്നതിന് ശേഷമാണ് ഈ ആദ്യ ഭാര്യയ്ക്ക് എന്നോട് രണ്ടാമതും ഒരു വൈരാഗ്യം വരാനും അതുവഴി ഈ പറഞ്ഞൊരു പോക്സോ കേസ് ഒരു ഫേക്കായ ഒരു എലിഗേഷൻസ് കൊടുക്കാനൊക്കെ കാരണമായത് ഒരുപക്ഷെ അതായിരിക്കും, പറയാൻ പറ്റില്ല. അപ്പം ഖാദറിൻ്റെ ചാനലിൽ വന്ന കണ്ടന്റ് വഴി എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സായിയുടെ ചാനലിൽ വന്ന കണ്ടന്റ് വഴി പ്രത്യേകിച്ച് എനിക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ വേറെ കാര്യം, ഈ ഖാദറിൻ്റെ വേറൊരു സ്വഭാവം കൂടി ഉണ്ട്. ഖാദർ പല ഘട്ടങ്ങളിലായിട്ട് പബ്ലിക് ഗ്രൂപ്പിലാണ്, ബാക്കി ഡീറ്റെയിൽസ് എനിക്ക് പറയാൻ പറ്റില്ല, ഗ്രൂപ്പിലൊക്കെ വളരെ പരസ്യമായിട്ട് ഞാൻ അവനോട് രഹസ്യമായിട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അവൻ വോയിസും കാര്യങ്ങളൊക്കെ അയക്കുന്നുണ്ടായി. അപ്പോൾ ഞാനിപ്പോൾ ഖാദറിനോട് പറഞ്ഞ ഖാദർ ഇന്ന ദിവസം ഇന്ന കാര്യം ചെയ്തിട്ടുണ്ട്, അത് അവനെ വിശ്വസിച്ച് നമ്മൾ പറയുന്നതാണ്. പക്ഷേ അവൻ ചെയ്യുന്നത് എന്താ വെച്ചാൽ അവൻ ഉടനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഒരുപാട് പേരുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ വന്നിട്ട് നീ അന്ന് അത് എന്നോട് പറഞ്ഞതല്ലടാ എന്നൊക്കെ പറഞ്ഞിട്ട് അവനൊരു ബ്ലാക്ക് മെയിലിംഗ് ടൈപ്പിൽ ചെറിയ കാര്യങ്ങളൊക്കെ അവൻ്റെ സൈഡുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു ഈ രണ്ടുപേരും കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഈ കാര്യത്തിൽ ഡേഞ്ചർ എന്ന് പറയുന്നത് ഖാദറാണ്. ഖാദർ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന എനിക്കല്ല, ഖാദറിനോട് പറയുന്ന ഒരു കാര്യങ്ങളും നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന എനിക്ക് ഒരു ഉറപ്പില്ല കേട്ടോ, വളരെ ഓപ്പൺ ആയിട്ട് പറയാം. അപ്പം വിഷയത്തിലേക്ക് വരും. സൈഡ് വിഷയം സീക്രട്ട് ഏജന്റ് എയറിലോട്ട് വിടാനായിട്ട് തയ്യാറെടുത്തിരിക്കുന്ന പല ആൾക്കാരും ഖാദർ കരിപ്പൊടിനെ കുറിച്ച് ഈ വിഷയത്തിൽ ഒരു വാക്ക് പോലും സംസാരിച്ച് നമ്മളാരും കണ്ടില്ല. ഇപ്പോൾ ആ വിഷയത്തിന്റെ ഇരയായിട്ടിരിക്കുന്ന മല്ലു ട്രാവലർ തന്നെ തുറന്നു വന്ന് ഖാദർ കരിപ്പൊടിനെ കുറിച്ചുള്ള നഗ്ന സത്യങ്ങൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. സായി കൃഷ്ണ എന്ന് പറയുന്ന വ്യക്തിനെ കുറിച്ചും വീഡിയോയിൽ പോകെ പറയുന്നുണ്ട് കേട്ടോ, നമുക്ക് കാണാം. എന്തായാലും ഖാദർ കരിപ്പൊടിയോട് വളരെ വ്യക്തിപരമായി പറഞ്ഞ പല കാര്യങ്ങളും അയാൾ അത് എടുത്തു വെച്ച് കോണ്ടന്റ് ആക്കിയിട്ടുണ്ട്. ആ കോണ്ടന്റിന്റെ പ്രതിഫലനമാണ് എനിക്കെതിരെ വന്ന പോക്സോ കേസ് പോലും. കാരണം പല രീതിയിൽ എന്റെ ഒന്നാം ഭാര്യനെ പ്രകോപിതയാക്കുകയും അങ്ങനെ ആ പ്രകോപനത്തിൽ പോലും ആയിരിക്കാം ഇങ്ങനൊരു കേസ് എനിക്കെതിരെ അവർ കേസുമായി മുമ്പോട്ട് പോയതെന്നൊക്കെയാണ് മല്ലു ഇവിടെ തുറന്നു പറയുന്നത്. എന്തുകൊണ്ട് അന്നത്തെ കാലത്ത് ഇതൊക്കെ തുറന്നു പറഞ്ഞിരുന്നില്ല എന്നൊരു ചോദ്യം തന്നെയാണ്. മാത്രമല്ല ഒന്നോ രണ്ടോ പ്രാവശ്യം പല യൂട്യൂബേഴ്സിന്റെ വ്യക്തിപരമായ കാര്യങ്ങൾ കോണ്ടന്റ് ആക്കി എന്ന് നിങ്ങൾ തന്നെ ഖാദറിനെ കുറിച്ച് അഭിപ്രായപ്പെടുമ്പോൾ പിന്നെയും എന്തിനാണ് ഈ ഖാദർ കരിപ്പൊടിനെ പോലുള്ള ആൾക്കാരെ നിങ്ങൾ വിളിച്ചിട്ട് നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങൾ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പല ആൾക്കാരുടെയും വ്യക്തിപരമായ കാര്യങ്ങളും വ്യക്തിപരമായ ജീവിതങ്ങളും ഇങ്ങനെ എടുത്ത് ഖാദർ കോണ്ടന്റ് ആക്കിയെന്ന് നിങ്ങൾ പറയുമ്പോൾ എന്തിനാണ് ഇങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്തേക്ക് നിങ്ങളുടെ കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ, നിങ്ങളുടെ വിഷമങ്ങൾ പറയാനായിട്ട് ഒരു ആശ്വാസത്തിന് വേണ്ടി ആണെങ്കിൽ പോലും വിളിച്ച് സംസാരിക്കുന്നത്? എത്രയായാലും ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാവാനാണ് സാധ്യത. കാരണം കർമ്മ എന്ന് പറയുന്ന ഒരു ബൂമറാങ് ആണല്ലോ. ഇപ്പോൾ അതെല്ലാം ഖാദർ കരിപ്പൊടിക്ക് തിരിച്ചടിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. കേസായി, ഒളിച്ചോട്ടമായി, ഒളിവിലായി, അറസ്റ്റായി, അങ്ങനെ പോകുന്നതാണ് ഇപ്പോഴത്തെ ഖാദർ കരിപ്പൊടിയുടെ ജീവിതം എന്ന് പറയുന്നത്. എന്തായാലും സായിനെ കുറിച്ച് കൂടി മല്ലു ട്രാവലറിന് പറയാനുള്ളത് നമുക്കൊന്ന് കേൾക്കാം. അപ്പോൾ നമുക്കൊരു കേസ് വരുമ്പോൾ നമ്മൾ മെൻ്റലി നമ്മൾ ഭയങ്കര പാനിക് ആയിപ്പോൾ നമുക്ക് ഭയങ്കര സങ്കടവും ഭയങ്കര വിഷമങ്ങളുണ്ടാവും. ആ സമയത്ത് നമ്മൾ വിളിക്കുന്നത് നമ്മൾ ഒറ്റ സുഹൃത്തുക്കളായിരിക്കും. നിങ്ങൾ ഈ ഒരു വിഷയത്തിലേക്ക് കടന്നുപോയാൽ മാത്രമേ എനിക്ക് മനസ്സിലാവുള്ളൂ ഞാൻ എന്താ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ ഒരു ദിവസം 2-3 തവണ രണ്ടുപേരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ ദിവസവും ഞാൻ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുമായിരുന്നു, എല്ലാം പറയുമായിരുന്നു. എല്ലാം ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളടക്കം ഞാൻ ഇവരോട് ഷെയർ ചെയ്തിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സായി, എനിക്ക് തോന്നുന്നത് സായി അത് വെച്ച് കണ്ടന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. കണ്ടന്റ് ഉണ്ടാക്കിയതിനോട് എനിക്ക് യോജിപ്പില്ല വിയോജിപ്പില്ല. കാരണം ഞാൻ അവനോട് കാര്യങ്ങൾ പറയുന്നു, അവൻ ഇൻഫർമേഷൻസ് കിട്ടുന്നുണ്ട്, എന്താണെന്നുള്ള ഇൻഫർമേഷൻ അവന് കിട്ടുന്നുണ്ട്. അപ്പം അത് പ്രകാരം അവൻ്റെ ജോലി എന്താണ്? മറ്റുള്ളവരുടെ കണ്ടന്റ്, മറ്റുള്ളവരെ പറ്റി പറയുന്നതാണ് അവൻ്റെ കണ്ടന്റ്. അപ്പം അവനൊരു കണ്ടന്റായി കണ്ട് അവനത് ഷെയർ ചെയ്യുന്നുണ്ട്. ഒരിക്കലും ഞാൻ അവനോട് ആ സമയത്ത് അത് ഇടരുത് എന്ന് പറഞ്ഞിട്ടില്ല. എനിക്ക് തോന്നി പറയേണ്ടതുണ്ട്, അവൻ്റെ കണ്ടന്റിൽ അവൻ ചെയ്യട്ടെ. പക്ഷേങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ അവനോട് ചെയ്യരുത് എന്ന് പറയുമ്പോൾ അവൻ ചെയ്യാറില്ല, ഓപ്പണായിട്ട് പറയും. ചില കണ്ടന്റുകൾ ഞാൻ കാണുമ്പോൾ ബ്രോ അത് ഇടണോ, അത് വേണോ എന്ന് ചോദിക്കുമ്പോൾ അവൻ ഓക്കെ ബ്രോ എന്ന് പറഞ്ഞ് അവൻ തട്ടാറുണ്ട്. അതുകൂടി ഞാൻ പറയാം. അല്ലാതെ ഒരിക്കലും ഞാൻ അവനോട് ഡിലീറ്റ് ചെയ്യടാ എന്ന് പറഞ്ഞിട്ട് അവനത് ഡിലീറ്റ് ചെയ്യാതിരുന്നിട്ടും അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, അങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. പിന്നെ ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ്, അന്നും ഞങ്ങളുടെ സുഹൃത്തുക്കൾ ഇന്നും നല്ല സുഹൃത്തുക്കളാണ്. ഇപ്പം കിക്കിൻ്റെ ഇപ്പോഴത്തെ പ്രസിഡൻ്റാണ് സായി എന്ന് പറഞ്ഞത്. പിന്നെ കണ്ടന്റ് ചെയ്യുന്നതല്ലാതെ വേറെ അവൻ അങ്ങനെ ഞങ്ങൾ പറയുന്ന രഹസ്യങ്ങൾ അങ്ങനെ മൂന്നാമത് ഒരാളെടുത്ത് പോയിട്ട്
അത് അവൻ പറഞ്ഞിട്ടൊന്നുമില്ല എന്ന് എൻ്റെ ഒരു അറിവ്. എന്ന് വെച്ചാൽ വേറെ ഒരാളടുത്ത് പോയിട്ട് മല്ലു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അല്ല മല്ലുവിൻ്റെ കാര്യങ്ങൾ ഇതൊക്കെയാണ് എന്നൊന്നും സായി എവിടെയും പറഞ്ഞായിട്ട് എനിക്ക് ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല. പിന്നെ സായി ഒരിക്കലും ഞാൻ അവന് കൊടുത്ത ഇൻഫർമേഷൻസ് വെച്ച് എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാനോ അല്ല എന്നെ മറ്റു തരത്തിൽ ഭീഷണിപ്പെടുത്താൻ അവൻ നിന്നിട്ടില്ല. കാരണം അവനോട് പറയുന്ന കാര്യങ്ങൾ അവനിൽ നിൽക്കും എന്നൊരു വിശ്വാസം നമുക്കുണ്ട്. കണ്ടന്റ് ചെയ്യുന്നത് അഫ്കോഴ്സ് അവൻ പബ്ലിക്കിലേക്ക് അവൻ പല കാര്യങ്ങൾ എടുത്തിട്ടുണ്ടെന്നല്ല, അത് ചെയ്യാത്ത ഒരുപാട് രഹസ്യങ്ങളുണ്ട് നമ്മൾ തമ്മിൽ സംസാരത്തിൽ. അതൊക്കെ അവൻ്റെ മനസ്സിൽ നിൽക്കും എന്നൊരു വിശ്വാസം നമുക്ക് അവൻ്റെ അടുത്തുണ്ട്. പക്ഷേ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഖാദർ കരിപ്പൊടി വളരെ മനോഹരമായി വളരെ വ്യക്തമായി മല്ലു ട്രാവലറും സായി കൃഷ്ണനും തമ്മിലുള്ള ബന്ധത്തെ വ്യക്തമാക്കുന്ന രീതിയിൽ തന്നെയാണ് ഇവിടെ സംസാരിക്കുന്നത്. സുനിത ദേവദാസ് പോലുള്ള പല യൂട്യൂബേഴ്സും ഒരു ഫ്രണ്ട് എന്നുള്ള രീതിയിൽ ആൾക്കാരെ വിളിച്ചിട്ട് സായി കൃഷ്ണ സംസാരിക്കുകയും അങ്ങനെ ആ ഫ്രണ്ട് എന്നുള്ള രീതിയിൽ ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് അത് വെച്ച് കോണ്ടന്റ് ഉണ്ടാക്കുന്നു എന്നൊക്കെയായിരുന്നു ഇവർ പറഞ്ഞു വിട്ടത്. അത് സുനിത ദേവദാസ് ആയാലും അഷ്കർ ടെക്കി ആയാലും ഒക്കെ സായി കൃഷ്ണയ്ക്കെതിരെ ഇങ്ങനെയുള്ള വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. സുനിത തന്നെ പറഞ്ഞത് മല്ലു ട്രാവലറിനെ വ്യക്തിപരമായി ദ്രോഹിക്കുകയും അയാളുടെ ഇൻഫർമേഷൻസ് വെച്ച് അയാളെ എന്താ പറയുക സൊസൈറ്റിയിലേക്ക് ഇട്ടുകൊടുക്കുകയും ഒക്കെ ചെയ്തത് സായി കൃഷ്ണയാണെന്നാണ്. ഇപ്പോൾ അങ്ങനെയല്ല, സായി എനിക്കെതിരെ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ ചെയ്തിട്ടില്ല എന്ന് മല്ലു തന്നെ തുറന്നു പറയുന്ന കാര്യങ്ങളാണ് നമ്മൾ കേട്ടത്. ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ഇതൊന്നും ഇടണ്ട പബ്ലിക്കിലേക്ക് പറയണ്ട എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോണ്ടന്റ് പോലും സായി കൃഷ്ണൻ ചെയ്തിട്ടില്ല. തന്റെ പല രഹസ്യങ്ങളും അറിയാൻ കിട്ടും, ആ രഹസ്യം പുറത്തു പറയുമെന്നുള്ള രീതിയിൽ ഒന്നും പറഞ്ഞ് സായി കൃഷ്ണ തന്നെ ഭീഷണിപ്പെടുത്തിയിട്ടില്ല. എന്നാൽ ഇതിന്റെയൊക്കെ ഓപ്പോസിറ്റ് ആണ് ഖാദർ കരിപ്പൊടി. രണ്ടുപേരെയും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഖാദറാണ് കൂടുതൽ ഡേഞ്ചർ എന്നുള്ള തുറന്നു പറച്ചിലാണ് ഇവിടെ മല്ലു ട്രാവലർ നടത്തിയിരിക്കുന്നത്. അപ്പോൾ തെറ്റിദ്ധരിക്കപ്പെട്ടു അല്ലെങ്കിൽ ഒരാളെ കുറിച്ച് മോശമായിട്ട് പറഞ്ഞു എന്നുള്ള രീതിയിൽ സുനിത ദേവദാസോ അഷ്കർ ടെക്കിയോ ഒക്കെ, അതായത് പ്രത്യേകിച്ച് ഈ മല്ലു ട്രാവലറുടെ വിഷയം തന്നെ കോട്ട് ചെയ്ത് സംസാരിച്ച സുനിത ദേവദാസ് ഇതിനൊരു മാപ്പ് പറയുമോ അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കപ്പെട്ടതുകൊണ്ട് ക്ഷമ ചോദിക്കുന്നു, ഖേദം പ്രകടിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വരുമോ എന്ന് ഇത് നമ്മൾ കണ്ടറിയാം. തെറ്റൊരാൾ ചൂണ്ടിക്കാണിച്ചാൽ അത് തെറ്റാണെന്ന് അയാൾ തന്നെ സ്വന്തമായിട്ട് എന്റെ ജീവിതത്തിൽ സായി കൃഷ്ണ ദ്രോഹമൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോഴെങ്കിലും ഒരു ഖേദപ്രകടനം സുനിതയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, അല്ലേ? എന്താ നടത്തും, അതല്ലെങ്കിൽ ഗുണ്ടകളൊക്കെ ഏർപ്പാടാക്കും. ഇവരൊക്കെയായിരുന്നു പണ്ട് കാലങ്ങളിൽ ചെയ്തിരുന്നത്. പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് ഈ പണി ചില സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസസ് എടുത്തിട്ടുണ്ട്. ഇവരെന്താ ചെയ്യാന്ന് വെച്ചാൽ ഇവർ രണ്ട് കൂട്ടർക്കിടയിൽ ആരാണ് ഇവരുടെ കക്ഷി അവരുടെ അടുത്ത് പോയിട്ട് ഇവർ സാമ്പത്തികപരമായിട്ട് ഇത്ര പണം ആവശ്യപ്പെട്ട് അവർ ഡീൽ ഉറപ്പിച്ച് കഴിഞ്ഞാൽ ഇവർ ഉടനെ മറ്റേ ടീമിനെ വിളിക്കും. എന്നിട്ട് പറയും നിങ്ങൾ ഇയാളുമായിട്ട് ഇന്നൊരു പരിപാടി ഉണ്ടല്ലോ, ഇത്ര സാമ്പത്തികപരമായിട്ട് ഇത്ര ഇടപാടുണ്ടല്ലോ, നിങ്ങളത് കൊടുക്കണം, അത് കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു വീഡിയോ ചെയ്യും. അങ്ങനെ പറഞ്ഞ് ഇവരുടെ പ്ലാറ്റ്ഫോം കാണിച്ച് വീഡിയോ ചെയ്യുന്ന കാണിച്ച് പോസ്റ്ററൊക്കെ അടിച്ചിട്ട് അയച്ചു കൊടുത്ത്, എന്നുവെച്ചാൽ വീഡിയോൻ്റെ തമ്മിലും കാര്യങ്ങളൊക്കെ പോസ്റ്റർ അടിച്ച് അയച്ചു കൊടുത്ത് ആ ഒരു വ്യക്തി അത്രയും മാനസികപരമായിട്ട് തകർത്ത് അവർക്ക് ഒരു തരത്തിലും സമാധാനം കൊടുക്കാതെ അവരുടെ കുടുംബത്തിനടക്കം പ്രഷർ ചെയ്തിട്ടൊക്കെ ഈ സാമ്പത്തികപരമായ ഡീലും കാര്യങ്ങളൊക്കെ നടത്തുന്ന വ്ളോഗേഴ്സ് നമുക്കിടയിലുണ്ട്. ഞാൻ വെറുതെ പറയുന്നില്ല, ഞാൻ നേരിട്ട് മീറ്റ് ചെയ്ത് സംസാരിച്ച ഒരു വ്യക്തിയിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ, അദ്ദേഹത്തിൻ്റെ മൊബൈൽ അദ്ദേഹം എനിക്ക് കാണിച്ചു തന്ന കാര്യങ്ങൾ, ഈ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഞാൻ വളരെ ശക്തമായിട്ട് പറഞ്ഞത് ഇങ്ങനെയൊരു സംഭവം നടക്കുന്നുണ്ട്. ഈ അടുത്ത കാലത്ത് നിങ്ങൾ ശ്രദ്ധിച്ചോ, വ്ളോഗേഴ്സിൻ്റെ പല ഇഷ്യൂസിൽ നിങ്ങൾക്ക് കാണാം സാമ്പത്തികപരമായ ഡീലുകൾ മധ്യസ്ഥ നിൽക്കാൻ പോയിട്ടും ബാക്കിയുള്ള പ്രശ്നങ്ങൾക്ക് ഇടപെട്ടിട്ടൊക്കെ തല്ലുണ്ടാക്കിയിട്ടും അടിയുണ്ടാക്കിയിട്ടൊക്കെ പലർക്കും കേസ് വരുന്നുണ്ട്. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കി. അപ്പോൾ ഇതൊരു സത്യമാണ്. ഞാൻ ഇന്ന സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയാണ്, അല്ലെങ്കിൽ ഞാൻ ഇന്ന യൂട്യൂബ് ചാനലിന് ഉടമയാണ്, എനിക്ക് ഇന്ന പവർ ഉണ്ട്, എനിക്ക് ഇത്ര ഫോളോവേഴ്സ് എനിക്കുണ്ട്, നിങ്ങൾ ഞാൻ പറയുന്ന പോലെ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളെ കുടുംബം ഞാൻ കലക്കും, നിങ്ങളെ കുട്ടികളെ ഞാൻ പുറത്തിറങ്ങാൻ വിടില്ല, നിങ്ങളെ അച്ഛനമ്മമാരെ ഞാൻ ആത്മഹത്യ വക്കിലേക്ക് കൊണ്ടുവെക്കും എന്നൊക്കെ പറഞ്ഞ് ബ്ലാക്ക് മെയിൽ ചെയ്ത് ഡീൽ നടത്തുന്ന വ്ളോഗേഴ്സ് നമുക്കിടയിലുണ്ട്. ഇതിൻ്റെയൊക്കെ ഉത്തരവാദികളാരാ? നിങ്ങളാണ്, ഞങ്ങളല്ല. കാരണം നിങ്ങൾക്ക് വേണ്ട കണ്ടന്റ് പറഞ്ഞു മല്ലു ട്രാവലിന് കൈയൊഴിയാൻ പറ്റുമോ? ശരി, നിങ്ങളല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുമാതിരി പരിപാടി ചെയ്യുന്ന ഇടനിലക്കാരായിട്ട് പണം തട്ടുന്ന വ്ളോഗേഴ്സിനോട് എതിർപ്പുണ്ടെങ്കിൽ എന്തുകൊണ്ട് അവരുടെ പേര് നിങ്ങൾക്ക് പുറത്തു പറയാൻ സാധിക്കുന്നില്ല? നിങ്ങളുടെ കയ്യിൽ അവരയച്ച സ്ക്രീൻഷോട്ടുകൾ കിടപ്പുണ്ടെന്ന് പറയുന്നു. നിങ്ങളുടെ കുട്ടികളെ പുറത്തിറങ്ങാൻ സമ്മതിക്കാത്ത വിധം നിങ്ങളെ നാണം കെടുത്തും. എനിക്ക് ഇത്രയധികം ഫോളോവേഴ്സ് ഉണ്ട്, എന്റെ ചാനലിൽ ഇരുന്ന് പറഞ്ഞാൽ ഇത്രയധികം ഓഡിയൻസിലേക്ക് അത് എത്തും, അങ്ങനെയൊന്നും ഞാൻ ചെയ്യണ്ടെങ്കിൽ എനിക്ക് ഇത്ര രൂപ തരണം എന്ന് നിങ്ങളോട്, അല്ലെങ്കിൽ നിങ്ങളോടല്ല നിങ്ങൾക്ക് പരിചയമുള്ള ആൾക്കാരോട് പറഞ്ഞ് മാനസികമായി അവരെ തകർത്ത സ്ക്രീൻഷോട്ടുകളും മെസ്സേജുകളും വോയിസ് കോൾ റെക്കോർഡും ഒക്കെ ഉണ്ടെന്ന് പറയുന്ന സ്ഥിതിക്ക് എന്തുകൊണ്ട് അതൊന്നും പുറത്തു വിടുന്നില്ല? ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ആ വ്ളോഗർക്കെതിരെയുള്ള ഇത്രയും തെളിവുകൾ നിങ്ങളുടെ പക്കലുണ്ടെങ്കിൽ തെളിവ് സഹിതം അത് പുറത്തോട്ട് വിടണം. അങ്ങനെ പുറത്തോട്ട് വിടുമ്പോൾ അവരുടെ യഥാർത്ഥ മുഖം മൂടി അഴിഞ്ഞു വീഴുകയും അങ്ങനെ പിന്നീട് അവരുടെ ചാനലിലേക്ക് പ്രേക്ഷകർ പോകാതിരിക്കുകയും അവർ പറയുന്നതെല്ലാം പണം തട്ടാൻ വേണ്ടിയിട്ടുള്ള കള്ളത്തരങ്ങളാണെന്ന് പ്രേക്ഷകർ മനസ്സിലാക്കുകയൊക്കെ ചെയ്യില്ലേ? അങ്ങനെയല്ലേ ഒരു വ്ളോഗറെ നമ്മൾ എക്സ്പോസ് ചെയ്യുകയും അവരുടെ ചാനലിനെ തകർക്കുകയും ചെയ്യേണ്ടത്? നിങ്ങൾ ആ സ്റ്റേറ്റ്മെന്റിനെ ജനറലൈസ് ചെയ്യുകയാണ്. അപ്പോൾ വ്ളോഗ് ചെയ്യുന്ന, റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന എല്ലാ ഇൻഫ്ലുവൻസേഴ്സിന്റെ കണ്ണിലേക്കും നിങ്ങൾ ഒരുപോലെ പൊടി വാരി എറിയുകയാണ്. അപ്പോൾ എങ്ങോട്ട് വെടിവെക്കണം എന്നുകൊണ്ട് ഒരു ഉദ്ദേശമുണ്ടെങ്കിൽ അങ്ങോട്ട് തന്നെ വെടിവെക്കുക. അല്ലാതെ ശൂന്യാകാശത്തിലേക്ക് വെടിവെച്ചാൽ ഇത് ആർക്കിട്ടാണ് കൊള്ളുന്നത്? എല്ലാവരും ഒരു സംശയത്തിന്റെ നിഴലിലോട്ട് നിൽക്കുകയാണ്, അല്ലെ? നിങ്ങളാണ് കാരണക്കാർ, നമ്മളല്ല എന്ന് പറയുമ്പോൾ ആ സ്റ്റേറ്റ്മെന്റിനോട് അല്പമെങ്കിലും നീതി പുലർത്തണമെങ്കിൽ ഈ നമ്മൾ
ആ സ്റ്റേറ്റ്മെന്റുകളും ആ സ്ക്രീൻഷോട്ടുകളും ആ കോൾ റെക്കോർഡും ഒക്കെ പുറത്തോട്ട് വിടണം. അങ്ങനെ പുറത്തോട്ട് വിടാൻ ആരെയാണ് മല്ലു ട്രാവലർ ഭയക്കുന്നത്? അല്ലാതെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന, മറ്റുള്ളവരുടെ കുടുംബത്തിലേക്ക് ഒളിഞ്ഞു നോക്കുന്ന, അവരുടെ കോണ്ടന്റ് എടുത്തു വെച്ച് കഞ്ഞി കുടിക്കുന്ന ആൾക്കാരോടൊന്നും എനിക്ക് താല്പര്യമില്ല, അങ്ങനെയുള്ള കോണ്ടന്റ് ഒന്നും ഞാൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് ഒരു സൊസൈറ്റിനെ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിനെ മുഴുവൻ അപമാനിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. നിങ്ങൾ ചെയ്യുന്ന ട്രാവൽ വ്ളോഗാണ്. നിങ്ങളുടെ ട്രാവൽ വ്ളോഗ് നിങ്ങൾ കഷ്ടപ്പെട്ട് യൂറോപ്പിലോട്ട് ബൈക്കും എടുത്തുകൊണ്ട് പോകുന്നു, അല്ലെങ്കിൽ കഷ്ടപ്പെട്ട് ട്രാവൽ ചെയ്യുന്നു. ആ വീഡിയോയ്ക്ക് ഒന്നും തന്നെ ഇപ്പോൾ റീച്ചില്ല. ഇപ്പോൾ റീച്ച് ഉള്ളതും കാണികളുള്ളതും കുടുംബ പ്രശ്നം ചർച്ച ചെയ്യുന്നവർക്കാണ് എന്നൊക്കെയാണ് ഷാക്കിർ ഇവിടെ അവകാശപ്പെടുന്നത്. നിങ്ങളുടെ കോണ്ടന്റിൽ, നിങ്ങളുടെ കഴിവിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ അത് തുടരൂ. മറ്റൊരാളുടെ കഴിവ് വെച്ച് അല്ലെങ്കിൽ മറ്റൊരാൾ വേറൊരു തരത്തിലുള്ള കോണ്ടന്റ് ചെയ്യുന്നതിനെ നിങ്ങൾ എന്തിനാണ് വിമർശിക്കുന്നത്? റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരെക്കെതിരെയാണോ നിങ്ങളുടെ പരാതി, അതോ നിങ്ങളുടെ ചാനലിന് വ്യൂസ് ഇല്ല എന്നുള്ളതാണോ നിങ്ങളുടെ പരാതി? ഏതാണ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ പ്രശ്നമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ ഇപ്പോൾ നിങ്ങൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരെയൊക്കെ എത്ര മനോഹരമായിട്ടാണ് കുറ്റം പറയുന്നത്. ഒരു നാൾ നിങ്ങളുടെ ചാനലിൽ ലക്ഷക്കണക്കിന് വ്യൂസ് ഉണ്ടായിരുന്നു. നിങ്ങൾ യൂട്യൂബ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് ലക്ഷക്കണക്കിന് പൈസ വാങ്ങിയിട്ടുണ്ട്, വീട് വെച്ചിട്ടുണ്ട്, വണ്ടികൾ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടില്ലേ? നിങ്ങൾക്കെതിരെ വിമർശനങ്ങൾ വരാൻ തുടങ്ങിയത് എപ്പോഴാണ്? നിങ്ങൾ ഈ പൈസ വന്നു കൂടിയപ്പോൾ നിങ്ങളിൽ അരഗൻസ് വന്നു, ആറ്റിറ്റ്യൂഡ് വന്നു. ഒരു സാധാരണക്കാരൻ എന്നുള്ള നിലയിൽ നിന്ന് തുടങ്ങി വന്ന ചാനല് അത്യാവശ്യം നല്ല രീതിയിൽ പ്രേക്ഷക സഹകരണം കൊണ്ട് നല്ല രീതിയിൽ ഹൈ ലെവലിലോട്ട് പോയപ്പോൾ നിങ്ങൾ പ്രേക്ഷകരോട് ഉൾപ്പെടെ പെരുമാറുന്ന രീതിയിൽ മാറ്റം വന്നു. പിന്നെ കേസുകൾ വന്നു. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നിങ്ങളുടെ ചാനലിന് വ്യൂവർഷിപ്പ് കുറയുന്നത്. അല്ലാതെ മറ്റൊരു സൈഡിൽ കൂടെ റിയാക്ഷൻ വീഡിയോ എന്ന് പറയുന്ന ഒരു കോണ്ടന്റ് വന്നതുകൊണ്ട് നിങ്ങളുടെ വ്യൂവർഷിപ്പ് കുറഞ്ഞു എന്ന് കരുതുന്നതിൽ എനിക്ക് വിയോജിപ്പുണ്ട്. നിങ്ങളുടെ കോണ്ടന്റ് മല്ലു ട്രാവലർ എന്ന് പറയുന്ന ചാനലിന്റെ കോണ്ടന്റ് ട്രാവൽ ബ്ലോഗുകളാണ്. ആ വ്ലോഗുകൾ കാണാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അതേ കാണുകയുള്ളൂ. അല്ലാതെ ഒരു സൈഡിൽ റിയാക്ഷൻ വീഡിയോ വരുന്നുണ്ട് എന്ന് പറഞ്ഞ് ഇനി മുതൽ ട്രാവൽ ബ്ലോഗ് ഒന്നും കാണണ്ട, റിയാക്ഷൻ വീഡിയോസ് മാത്രം കണ്ടാൽ മതി എന്നൊന്നും ആരും തീരുമാനമെടുക്കില്ല. ഓരോരുത്തരുടെയും ഇഷ്ടങ്ങൾ അനുസരിച്ചാണ് അവർ ചാനലുകൾ കാണുന്നതും വീഡിയോസ് കാണുന്നതും. നിങ്ങളുടെ ബ്ലോഗ് കാണാൻ ഇഷ്ടപ്പെടുന്നവർ എന്നും കാണും. പക്ഷെ അതിന് നിങ്ങൾ പണ്ട് കൊടുത്തിരുന്ന ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ക്വാളിറ്റിയും നിങ്ങൾ പണ്ട് പ്രേക്ഷകരെ സ്വന്തം കുടുംബമായിട്ട് കണ്ടുകൊണ്ടിരുന്ന ഒരു രീതിയും ഒക്കെ തിരിച്ചു കൊണ്ടുവരേണ്ടതുണ്ട്. അവിടെയാണ് നിങ്ങൾക്ക് പിഴയ്ക്കുന്നത്. നിങ്ങൾ അത് തിരുത്താനായിട്ട് ശ്രമിക്കൂ. നേരത്തെ പറഞ്ഞതുപോലെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരുടെ ഇടയിൽ, ബ്ലോഗേഴ്സിന്റെ ഇടയിൽ അതുപോലെ മുഖംമൂടി അണിഞ്ഞ ഇടനിലക്കാരുണ്ടെങ്കിൽ അവരുടെ മുഖംമൂടി വലിച്ചു കീറാനുള്ള ഒരു ആർജവും കൂടി ഇത്രയധികം സംസാരിച്ച മല്ലു ട്രാവലർ കാണിക്കണം എന്നുകൂടിയാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. എന്തായാലും ഞാൻ പങ്കുവച്ചതും എന്റെ അഭിപ്രായങ്ങളും എന്റെ കാഴ്ചപ്പാടുകളും മാത്രമാണ്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ കാഴ്ചപ്പാടുകളും പങ്കുവെക്കാം നമ്മുടെ കമന്റ് സെക്ഷൻ. ബൈ.